രാജമൗലി മഹേഷ് ബാബു ടീം ഒരുക്കുന്ന ബ്രഹ്മാണ്ഡ ചിത്രം 1000 കോടിയുടെ പടം. റെക്കോർഡുകൾ തിരുത്തിക്കുറിക്കാൻ തന്നെയാണ് രാജമൗലി എത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ സിനിമയായിരിക്കും SSMB 29. 900 മുതൽ 1000 കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്രൊജക്ട് കൂടിയാണ് ഇത്. ചിത്രത്തിന്റെ കഥയോ ജേണറോ ഒന്നും അണിയറ പ്രവർത്തകർ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ചിത്രത്തിന്റെ കഥയെക്കുറിച്ച് ഒരു റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. SSMB 29 പറയുന്നത് കാശിയുടെ ചരിത്രമെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞത്. ഇന്ത്യൻ ചരിത്രവും ഐതിഹ്യങ്ങളും കോർത്തിണക്കി വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം വലിയ പ്രതീക്ഷ തന്നെയാണ് ആരാധകർക്കും നൽകുന്നത്. ഹോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളുമായി നിർമ്മാണ പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ ചർച്ചകൾ നടക്കുകയാണ്. ഇന്ത്യ, US, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ചിത്രീകരിക്കുന്ന ഈ ചിത്രം 2028 പുറത്തിറങ്ങുക. ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് കൂടിയാണ് മഹേഷ് ബാബു. പ്രതിഫലം വാങ്ങാതെയാണ് താരം ചിത്രത്തിൽ വേഷമിടുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രിയങ്ക ചോപ്ര ഇന്ത്യൻ സിനിമയിൽ തിരിച്ചെത്തുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് തുടങ്ങിയ വൻ താരനിര തന്നെയാണ് സിനിമയുടെ ഭാഗമായി എത്തുന്നത്. ഇപ്പോഴിതാ സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ഉടൻ ആരംഭിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. സിനിമയുടെ 2ാം ഷെഡ്യൂൾ ഈ വാരം ഹൈദരാബാദിൽ ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ട്. വമ്പൻ താരനിരയുള്ള സിനിമയിൽ ആരൊക്കെ ഈ ഷെഡ്യൂളിന്റെ ഭാഗമാകുമെന്ന സൂചനകളൊന്നും പുറത്തു വന്നിട്ടില്ല. ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ മഹേഷ് ബാബുവും നായിക പ്രിയങ്ക ചോപ്രയും പങ്കെടുത്തു. ഒഡീഷയിലെ വിവിധ ലൊക്കേഷനുകളായിരുന്നു ആദ്യ ഷെഡ്യൂൾ രാജമൗലി പ്ലാൻ ചെയ്തിരുന്നത്. അതീവ രഹസ്യമായിട്ടായിരുന്നു സിനിമയുടെ ചിത്രീകരണം. എന്നാൽ ഒഡീഷയിൽ ഇങ്ങനെ പുരോഗമിച്ചെങ്കിലും അതിനിടെ ചിത്രീകരണത്തിന്റെ ദൃശ്യങ്ങൾ ചോർന്നു. ഈ വാർത്ത ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചു. 2 തവണയാണ് ദൃശ്യങ്ങൾ ചോർന്നത്. സിനിമ ഒരു തരത്തിലും ചോർന്നു പോകാതിരിക്കാൻ പ്രദേശത്ത് ചുറ്റും സുരക്ഷാ മതിൽ സ്ഥാപിച്ചാണ് സിനിമ ചിത്രീകരിച്ചത്. ഫോട്ടോഗ്രാഫി, റെക്കോർഡിംഗ് എന്നിവയുടെ അനുമതിയും അണിയറ പ്രവർത്തകർ നിഷേധിച്ചു. 2028 ചിത്രം റിലീസിനെത്തുന്നത്. രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദാണ് SSMB 29 തിരക്കഥ ഒരുക്കുന്നത്. ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാകും ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന പ്രതീക്ഷ തന്നെയാണ് ഓരോ ആരാധകർക്കും ഉള്ളത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.